ഇതാണ് എൻ്റെ ഇൻട്രോ. അപ്പോൾ നമ്മൾ മെയ്സിന് വേണ്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഈ മെയ്സിൻ്റെ ഇത്രയും ദിവസം നടന്ന വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വരും. ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ചാനലിൽ നിങ്ങൾ കാണുക, കണ്ടിട്ട് വരിക. ജിഷ്ണുവിന്റെ വ്ളോഗിലും വരും. ജിഷ്ണു വീഡിയോ എടുത്ത് ജിഷ്ണു ആദ്യത്തെ 2-3 ദിവസം കട്ടയ്ക്ക് ഓണായിരുന്നു. പിന്നെ ജിഷ്ണുവിന് ചെറിയ പനിയൊക്കെ പനി വന്നപ്പോൾ ഞാൻ നോക്കിയ ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു. ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ എന്തായാലും ജിഷ്ണുവിന്റെ ചാനലിലും വീഡിയോ വരും, എന്റെ ചാനലിലും വരും. അപ്പോൾ 2 ചാനലിലെ വീഡിയോ കാണുക. സിവിലിയൻസ് ടീമിനോടൊപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടില്ല. ഗൈസ്, ഇന്നലെ മെയ്സിൻ്റെ ഫസ്റ്റ് സോണ് ട്രിവാൻഡ്രത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ സെക്കൻഡ് സോണിലോട്ട് പോവുകയാണ്. നാളെയാണ് 27-ാം തീയതിയാണ് അവിടുത്തെ പ്രോഗ്രാം. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ അവിടെ തിരിച്ചത്. അപ്പം ആദ്യം പോയ വണ്ടിയിൽ ടാറ്റാ പഞ്ചിൽ MC റോഡ് വഴി അവർ പോയി. ഞങ്ങൾ ഹൈവേ വഴിയല്ലോ. ഞങ്ങൾ ഹൈവേ വഴിയാണ് വന്നത്. അപ്പം നമുക്ക് കൊല്ലത്തൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം വഴി നമ്മൾ ഇന്ന് എറണാകുളത്തോട്ട് പോവുകയാണ്. ഞാനുണ്ട്, രാഹുലുണ്ട്, യമുനയുണ്ട്. സമയം 10 മണി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കുറച്ച് ലേറ്റായി പോയി. നമുക്ക് കൊല്ലത്ത് പോകേണ്ടതുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. അതുപോലെ തന്നെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. MG ഹെക്ലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഗ്ലാസ്, അതായത് ഡോറിൻ്റെ ഗ്ലാസ് പൊങ്ങണില്ല. ഗ്ലാസ് പൊങ്ങാത്തത് കാരണം വണ്ടി ഇപ്പോൾ സർവീസ് സെൻ്ററിൽ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു 3/4 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. കഴിച്ചപ്പോൾ നമ്മൾ കല്ലും താഴത്താണ് നിൽക്കണേ. അവിടുത്തെ MGയുടെ ഷോറൂമിൽ വന്ന് ഫുഡ് അടിക്കാൻ പോയാണ്. കേട്ടില്ല. മടിയിലിരിക്കേണ്ടി വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഹോട്ടൽ അയാൾ കൃഷ്ണപ്രിയ എന്നല്ലേ പറഞ്ഞു? കൃഷ്ണപ്രിയ എന്നല്ലേ പറഞ്ഞു? കൃഷ്ണപ്രിയ ഹോട്ടലിൽ കൊണ്ടുപോകണം. വിഷ്ണുപ്രസാദം എന്ന് പറഞ്ഞ ഹോട്ടലിൽ 2 സെറ്റ് പോയത്. 2 മസാല ദോശ വിത്ത് വട. ഗൈസ്, MG ഹെക്ടർ റെഡി ആയിരിക്കുകയാണ്. രാഹുൽ പൊക്കാൻ വേണ്ടി പോവാണ് ക്ലാസ്. താഴ്ന്ന് ഗൈസ്, പൊക്ക്. ഓക്കെ ഗൈസ്, MG റെഡിയായി. മതി. ദീപൻ ചേട്ടൻ പറയും. ദീപൻ ചേട്ടൻ സംസാരിച്ചപ്പോഴാണ് അങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എറണാകുളത്തോട്ട് പോയാണ്, കുസാറ്റിലോട്ട്. 4 മണിക്കൂറും 44 മിനിറ്റേ ഉള്ളൂ. അതെ. വൈകിട്ടത്തേക്ക് മുമ്പ് എത്തുന്നു വിചാരിക്കുന്നു. അതെ. ഇനി AC ഒക്കെ ഇട്ടിട്ടുണ്ടോ? എഡിറ്റ് ചെയ്യാം അല്ലേ ചേച്ചി? ഓഫീസായാലും വണ്ടിയായാലും പണിയെടുക്കും ഞാൻ എന്ന് കാണിച്ചുകൊണ്ട് രാഹുൽ. വർക്കഹോളിക്. അതെ. വെള്ളം കുടിക്കാനായിട്ട് ദാഹമുക്തിയിൽ നിൽക്കുന്ന യമുനയും ദൃശ്യ ചേച്ചിയും അപ്പുറത്തെ സൈഡാണ്, കണ്ടുകൂടാ. ഇതല്ല, വേറെ. കുടിച്ചിട്ട് ഓക്കെ. നറുമേണ്ടി സർബത്ത് വെള്ളം. നറുമേണ്ടി വെള്ളം സർബത്ത്. എനിക്കൊരു നറുമേണ്ടി വെള്ളം നമ്മള് മാത്രം മതി. കിടങ്ങാന്താരിയുടെ പറയാം.
ഞാനപ്പോ എക്സ്പ്രഷൻ എടുക്കാം. ഇടങ്ങാൻ തരില്ല പറയും. തണ്ണിമത്തനെ കിടപ്പുണ്ട് ഗൈസ്. വാട്ടർ മെലോൺ, പൈനാപ്പിള്, ആപ്പിള് എല്ലാം ഉണ്ട്. ചെറുനാരങ്ങ സർബത്ത്. ദാഹമുക്തി അതാണിത്. ദാഹമുക്തി കളഞ്ഞ് ഗൈസ്. കൊള്ളൂല, ഇഷ്ടപ്പെട്ടില്ല. കുറേ വൃത്തിയായിട്ട ഫ്രൂട്ട്സ് ഇട്ട് അതിനകത്തെന്തോ മസാലയൊക്കെ ചേർത്ത് പിന്നെ ഒരു സോഡയും പൊട്ടിച്ച് വെച്ച് തന്നു. ഒരു നാരങ്ങയും കൂടെ കട്ട് ചെയ്ത് മുകളിലിട്ട്. ദാഹമുക്തിയാണത്രേ, ദാഹമുക്തി. പിന്നെ എൻ്റെ ബസ് നമ്മൾ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമില്ല. പക്ഷെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്തിനാണ് ഇങ്ങനെയാണ്. A few moments later. വീഡിയോ One eternity later. വെള്ള കോട്ടിങ് കൊടുത്തിട്ട് കൊടുക്കില്ലേ? പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ പരിപാടിക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഹോട്ടൽ. ഇന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. കുറച്ച് ഡിലേ ആയിരുന്നല്ലേ? കുറച്ച് അരമണിക്കൂറോളം സമയം. ചപ്പാത്തി ഭയങ്കര ഹാർഡായിരുന്നു. അതെ അതെ. പൊറോട്ട ചൂട് കുറഞ്ഞപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആംബിയൻസ് ഒക്കെ കൊള്ളാം. എന്താ പറ്റി? പിടിക്കാനേ കൊല്ലാനേ പിടിക്കാനേ കൊല്ലാനേ. എന്ത് എത്ര മണിക്കൂറാണ്? തമ്പുരാനറിയാം. 10 മണിക്കൂർ അല്ല 8 മണിക്കൂറാ? അല്ല 8 മണിക്കൂർ. 8 മണിക്കൂർ എടുത്തോ നമ്മളിവിടെ? Oh my god, really? യമുന ഭാരതി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ ദൃശ്യ ചേച്ചി? ബ്ലോഗിനോട് ഹായ് പറയൂ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഷിഫാനുണ്ട്, അനീസുണ്ട്, അഞ്ജുവും ജിയമും ആരെയും വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് കൊടുത്ത അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. നമ്മൾ എത്ര മണിക്കാണ് ദീപിൻ ചേട്ടാ നമ്മൾ രാവിലെ ഇറങ്ങിയത്? നമ്മൾ രാവിലെ ഇറങ്ങിയത് 6 മണി കഴിഞ്ഞല്ലേ ചേച്ചി? 6:45. 6:45. പിന്നെ ഇഞ്ചക്കല്ല് പോയിട്ട് യമുനെ വിളിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ലേറ്റ് ആയത്. ഇഞ്ചക്കല് വഴിയാ പോണ്ടത്. എന്നാലും യമുനെ എടുക്കാൻ നമുക്ക് ഒരു 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നെ എടുക്കാൻ അത് അതെ. അപ്പൊ ഇറങ്ങിയാണ്. ഒന്നും ചെയ്യില്ലാന്ന്. എന്താ മോളെ ഒരു ടെൻഷൻ? എല്ലാം നല്ല കിടിലമായിട്ട് നടക്കുന്നോണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോഴത്തെ സ്ഥിതിയില് അച്ഛനും അമ്മയും മക്കളും കണ്ടോ?
ബ്രൗൺ ഇവിടെ വന്നപ്പോ ഇത്രയും നല്ലൊരു അടുത്ത ജന്മത്തില് അവരായിട്ട് ഇവർക്ക് എനിക്ക് ഇവർക്ക് 4 പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ അത് 8 ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് മുന്നേറുന്നത്. ഞങ്ങളത് 8 ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് യമുന ചേച്ചി മുന്നേറുന്നത്. ജന്മത്തിന് അതുപോലെ ആവണമെന്നാണ് അവളുടെ ആഗ്രഹം. 4 പിള്ളേരെ പ്രസവിക്കുന്നത്. അതല്ല, അത് യമുന ചേച്ചിയുടെ കാര്യത്തിൽ നോക്കുമ്പോ 8 ആക്കണം എന്നാണ് യമുന ചേച്ചി പറയുന്നത്. നമുക്ക് 2. എനിക്ക് അങ്ങനെയല്ല, പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. പട്ടിയായിട്ട് ജനിക്കണമെന്നൊരാഗ്രഹം. പട്ടിയുടെ പ്രൈവസിയിലേക്ക് വീഡിയോ വെക്കാൻ എനിക്ക് നാണല്ലേ. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം കണ്ടോ നിങ്ങൾ അച്ഛനമ്മ? അയ്യോ, ഇതല്ല, ഇവരിൽ നിന്നും മോട്ടിവേറ്റഡ് ആയ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്ലൂ കുർത്തിട്ട യുവതി പെണ്ണാലേക്കുന്നുണ്ട്. അല്ല, പെണ്ണല്ലല്ലോ, ചെക്കനാലേക്കുന്നുണ്ട്. ഇക്വാലിറ്റി ഒന്നും യമുനയ്ക്കില്ല. പെണ്ണായാലും ആണായാലും നല്ലൊരാള്. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ്, ആളൊരു ബയ്യാണ്. ഈ സത്യം കൂടെ ഞങ്ങൾ ഈ വ്ളോഗിൽ കൂടെ വിളിച്ചു പറയുന്നു നാട്ടുകാരെ. പേഴ്സണാലിറ്റി ഉള്ള പെൺകുട്ടിയോ അല്ലെ ഒരു ആൺകുട്ടി ഉഷിരുള്ള ഒരു ആൺകുട്ടി. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബാനർ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ കുസാറ്റ് വീണ്ടും നമ്മുടെ ബുക്ക് ചെയ്തേക്കണ റൂമിലോട്ട് പോയാണ്. വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ രാഹുലിനെ കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് രാഹുലിൻ്റെ കൊടുത്തത്. ഇപ്പോൾ ചില വലിയ യൂട്യൂബേഴ്സൊക്കെ കുറച്ച് ക്ലിക്ക് ആകുമ്പോഴത്തേക്കും ക്യാമറാമാനെ വയ്ക്കും, എഡിറ്റേഴ്സിനെ വയ്ക്കും. അതുപോലെ ഞാനൊരു അതെ, ഞാൻ പൈസ ഇറങ്ങി കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, ബെൽ ബട്ടൺ അമർത്തുക. ഇടയ്ക്കിടയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. രാഹുൽ നിങ്ങളെ കറക്റ്റായിട്ട് എന്റർടൈൻ ചെയ്യിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? പിന്നല്ല, അത്രേ ഉള്ളൂ. ബാക്കില് ഷിബാനയും അനീസും ഇപ്പൊ നമ്മളോട് പുതിയ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. കൊതുകടി കൊണ്ടിരിക്കുകയാണ് വണ്ടിയില്. അതും തിരുവനന്തപുരത്ത് നമ്മൾ കൊണ്ടുവന്ന കൊതുക്. എന്റെ പേര് പറഞ്ഞില്ല. നമ്മളെ ഓൾറെഡി നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നില്ലേ. കുസാറ്റ് കൊള്ളാം ഗൈസ്. നമ്മള് കുറെ പിള്ളേരുണ്ട്, വല സൈഡ് ഇട സൈഡ്. കപ്പിൾസ് അവര് കാണട്ടെ, അവരെ പൊക്കട്ടെ. പിള്ളേരെ കളിക്കുന്നുണ്ട് ഗൈസ്. ഈ കളിയാണ് ഗൈസ്. ഇത് നമ്മുടെ NIT-ലുണ്ടായിരുന്നു ഈ കളി. ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ കളി. അതിന്റെ ക്ലിപ്പ് ഞാൻ കാണിക്കാം. നമ്മുടെ എവിടെയെങ്കിലും പിള്ളേര് കളിക്കുന്നുണ്ടോ? എന്ത് കളി? ചെറുതായിട്ട് കാണിക്കും. ആണോ? ഇല്ല, അപ്പോഴൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ചോദിക്കാം. പിന്നെ അവരങ്ങോട്ട് പറഞ്ഞു. നമ്മളിവിടെയൊക്കെ മറ്റേ ബോർഡ് വെച്ചിരുന്നു. അയ്യോ, ചിക്കണേ, ഇതിനകത്തൂടെ അല്ലേ കൊണ്ട് ബാക്കി വഴിയുണ്ട്. അയ്യോ, ആ പെൺപിള്ളേരെ കാള കുത്തോ? ആ പെൺപിള്ളേരെ കാലിന് കുത്തു. നിങ്ങൾ കാത്തിരുന്ന് കാണുക. നമുക്ക് 3 to 4 months ആണ് ലൈവ് ക്ലാസ് വരുന്നത്. ഇവിടെ നിർത്തി കളയാണ് ഗൈസ്. പത്തടിപ്പാലം ലൊക്കേഷൻ ഇടൂ. തമിഴ്നാട് സ്റ്റൈലില് പശുക്കളെ കെട്ടാതെ ഇട്ടേക്കാണ് മേയാനായിട്ട്. നമ്മള് തമിഴ്നാട്ടിലാണോ എത്തിയത്? ചിന്തിച്ചു പോയി. മൺഡേ ടു സാറ്റർഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പക്ഷെ നല്ല പ്രകൃതി രമണീയമല്ലാത്ത സ്ഥലം കഴിച്ചു. അതെ, രമണീനെ കണ്ടില്ല ഞങ്ങൾ. ലൈവ് കഴിഞ്ഞിട്ട് എവിടെ? ആ, ഒരു രമണീനെ കണ്ടു ഗൈസ്. ഞാൻ ഒരു ഡൗട്ട് ചെയ്യട്ടെ, ഹോട്ടലിന്റെ പേരറിയാമോ? അങ്ങോട്ടല്ലേ പോകും. അത് ആരോട് ചോദിച്ചാൽ അറിയാമോ? ഒന്നുകൂടെ വിളിക്കോ? വിളിക്കോ. നമ്മൾ രാവിലെ കുടുങ്ങിയ പോലത്തെ ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരെയല്ലേ ചേട്ടാ? 160 മീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആണ്. ഇങ്ങനെ വേണം വഴി പറഞ്ഞേരെ ചേട്ടാ. നിസേ 90 മീറ്റർ. ആ കാർബൺ വഴിയല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ചേച്ചി 30 മീറ്റർ ലെഫ്റ്റ് റൈറ്റോ? ലെഫ്റ്റ്. ആ കാറ് പോണ വഴിയല്ലേ? നീ ആ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ് ബ്ലോഗിൽ വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാൻ. അയ്യോ മൂഞ്ചിയാണ്, അത് മാറ്റണേ. അടുത്ത റൈറ്റ് ഇതാണോ? 90 മീറ്റർ കഴിഞ്ഞിട്ട്.
കണ്ട ഇങ്ങനെ പറഞ്ഞു കണ്ട ഇങ്ങനെ അടുത്ത റൈറ്റ് ആണ്, അത് മറന്നു പോരുത് ഇതിന്റെ ഇടയില്. ആ പെണ്ണ് ദീപചേട്ടൻ നോക്കി 500 മീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് യൂ ടേൺ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. കഴിയുമ്പോ ഇങ്ങനെയൊക്കെ പഠിക്കും, ഇല്ലെങ്കിൽ പഠിപ്പിക്കും.